ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ SAP ഫിഗോ ഫോർ മല്ലൂസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് SAP ഫിഗോ, SAP ഫിഗോയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഏതെല്ലാം എന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് FACO കമ്പോണൻസ് ഏതെല്ലാം എന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് FA കമ്പോണൻസ് ഏതെല്ലാം എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. SAP FA എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ബാലൻസ് ഷീറ്റ്, P&L സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് റിപ്പോർട്ടിംഗ് എന്നിവയുടെ പ്രിപ്പറേഷന് വേണ്ടിയാണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ സഹായിക്കുന്ന കമ്പോണൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്. SAP FAയുടെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ് എന്നത്. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലായിരിക്കും. അതായത് അസറ്റും ലയബിലിറ്റിയും ഇൻകവും എക്സ്പെൻസും എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽ നടന്നാലോ അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടന്നാലോ ഒരു പേയ്മെൻറ്റ് നടന്നാലോ എന്തും റെക്കോർഡ് ചെയ്യുന്നത് ഈ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇത് കസ്റ്റമർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ട്സ് റിസീവബിളായിരിക്കും. അതായത് കസ്റ്റമർ ട്രാൻസാക്ഷന്, ബാലൻസ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ട്സ് റിസീവബിളാണ്. ഇൻകമിങ് പേയ്മെൻറ്റ്, ക്രെഡിറ്റ് മെമ്മോ എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ അക്കൗണ്ട്സ് റിസീവബിളായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലി പറയാം, ഒരു സെയിൽസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും. അടുത്തായിട്ട് അക്കൗണ്ട്സ് പേയബിൾ, അതായത് വെണ്ടർ ട്രാൻസാക്ഷനും ബാലൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് അക്കൗണ്ട്സ് പേയബിളാണ്. വെണ്ടർ ഇൻവോയ്സ്, ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിലായിരിക്കും. അതായത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ട്സ് പേയബിളായിരുന്നു. വെണ്ടറിനെ നമുക്ക് സപ്ലയർ എന്ന് വേണമെങ്കിലും പറയാം. അടുത്തായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് അസറ്റ് അക്കൗണ്ടിങ്. അത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിക്സഡ് അസറ്റ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അസറ്റ് അക്കൗണ്ടിങ്. ഒരു അസറ്റ് വാങ്ങിക്കുന്നതും അതിൻ്റെ ഡിപ്രീസിയേഷനും അതിൻ്റെ സെയിലെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടിങ്ങിലായിരിക്കും. അടുത്തതായി നമുക്ക് കൺട്രോളിങ് കമ്പോണൻസ് ഏതെല്ലാം എന്ന് നോക്കാം. കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കോസ്റ്റ് അനലൈസ് ചെയ്യാൻ, ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് കൺട്രോളിങ് ഉപയോഗിക്കുന്നത്. ഈ കൺട്രോളിങ്ങിനെ സഹായിക്കുന്ന കീ കമ്പോണൻസ് ഏതെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്തത് കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിങ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റെയോ ഒരു ഫംഗ്ഷൻ്റെയോ കോസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിങ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കട്ടെ. അപ്പം അതായത് HR ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമുക്ക് കോസ്റ്റ് അറിയണം. ഒരു കമ്പനി കോഡ് നമ്മൾ 1000 എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് 1001 എന്ന്, IT ഡിപ്പാർട്ട്മെൻറ്റിന് 1002 എന്ന് കൊടുക്കുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 1003 എന്ന് കൊടുക്കുക. അപ്പം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്ക് ഓരോരോ കോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ, അത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ IT കോസ്റ്റ് സെൻറ്റർ ആയിട്ടുള്ള 1002 നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിങ്ങിലൂടെ. അടുത്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിങ്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെയോ ഒരു ലൊക്കേഷൻ്റെയോ ഡിവിഷൻ്റെയൊക്കെ പ്രോഫിറ്റബിലിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിങ്. അതായത് ഒരു ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് തിരിച്ച ശേഷം അവൻ്റെ റവന്യൂവും കോസ്റ്റും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി 2 റീജിയനിലുണ്ട്. അതായത് ഒരു കമ്പനി ആണെങ്കിൽ വെസ്റ്റേൺ റീജിയനിലുണ്ട്, ഈസ്റ്റേൺ റീജിയനിലുണ്ട്. അപ്പോൾ ആ 2 റീജിയനിൻ്റെ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം, കമ്പയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ടാണ് ഇൻറ്റേർണൽ ഓർഡർ. അതായത് ഒരു സ്പെസിഫിക് ടാസ്കിൻ്റെയോ ഒരു പ്രൊജക്റ്റിൻ്റെയോ ഒരു ഇവൻറ്റിൻ്റെയോ കോസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻറ്റേർണൽ ഓർഡർ. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ നമുക്ക് കോസ്റ്റ് അറിയണം. അല്ലെങ്കിൽ കമ്പനി നമുക്ക് ആ ഓഫീസിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റ് അറിയണം. അതിനുവേണ്ടിയാണ് ഇൻറ്റേർണൽ ഓർഡർ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് നമുക്ക് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാം. എന്താണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്തെല്ലാം, ടൈപ്സ് ഓഫ് GL അക്കൗണ്ട്സ്, എങ്ങനെയാണ് നമ്മൾ ഒരു GL അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസാക്ഷൻ കീസ് എന്തൊക്കെ, ട്രാൻസാക്ഷൻ കോഡ് ഏതെല്ലാം എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.